ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോ ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇത് +2 ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ +1 ക്ലാസ്സസ് ആണ് എടുത്തോണ്ടിരുന്നത്. അപ്പോൾ +1 തന്നെ ഇനിയും ഇടാ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം +1 കഴിഞ്ഞിട്ട് +2 ഇടാന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് +2 സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കുറേ റിക്വസ്റ്റ് വന്നിരുന്നു. മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു റിക്വസ്റ്റ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അവരെ റിക്വസ്റ്റ് നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് +2 പൊളിറ്റിക്കൽ സയൻസ് ഇട്ടിട്ട് ഇനി ബാക്ക് ടു +1 പോകാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്തായാലും +2കാരും നമ്മളെ സബായിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് +1 ചെയ്ത് +2 ചെയ്ത് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്തു പോകാം. ഓക്കെ അല്ലേ നിങ്ങൾ? അപ്പൊ ഇനിയിപ്പോ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 ക്ലാസ്സസ് ഇടാം. അപ്പൊ അങ്ങനെ ആർക്കും ഒരു പരാതി ഇല്ലാതെ ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. നമുക്ക് എല്ലാവരും കൂടെ വേണം. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ചാപ്റ്റർ 1 ഒറ്റ ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാർട്ട് കുറച്ച് ലെങ്തി ആയിരിക്കും. എന്നാലും നമ്മൾ പാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആവും അല്ലെ. അപ്പോ അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്കും എനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ പാർട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒന്നാം പാഠം പഠിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ നെയിം എന്താണ്? ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. നമ്മൾ എന്താണ് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാട്ടോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാൻ പോകുന്ന സമയത്ത് നെഹ്റുവിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതാണ് ആദ്യം പറയുന്നത്. നോക്കാം നമുക്ക് കേട്ടോ. A famous speech by Jawaharlal Nehru, the first Prime Minister of India, at a special session of the Constituent Assembly convened on the occasion of India's declaration of independence at midnight on 14th August 1947 is known as Tryst with Destiny. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം ഈ ഒരു 1 വേർഡ് മാത്രമേ ചോദിക്കുള്ളൂ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസത്തിന്റെ അർദ്ധരാത്രി എന്ത് സംഭവിച്ചു? ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തി. ആരേനെ അഭിസംബോധന ചെയ്തിട്ടാ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സിനോട് എന്താ പറഞ്ഞേ? അവരെന്ത് ചെയ്യണം? നമ്മളെ നേഷനെ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നെഹ്റു ആ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അപ്പൊ നോക്കാം നമുക്ക് കേട്ടോ. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് 1 വേർഡ് ചോദിക്കുള്ളൂ. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ ഫ്രീഡം കിട്ടുന്നതിന് അർദ്ധരാത്രി നെഹ്റുവിന്റെ പ്രസംഗം ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. വളരെ ക്ലിയർ അല്ലേ നിങ്ങൾക്കിത്? ഓക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 3 challenges faced by independent India. സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ വെല്ലുവിളി, അതായത് നമ്മുടെ രാജ്യം എന്താണ്? സ്വതന്ത്രമായി അല്ലെ. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. അപ്പോ ആ ഒരു സ്വതന്ത്രമായ സമയത്ത് നമ്മുടെ രാജ്യം 3 വെല്ലുവിളി, മെയിൻ ആയിട്ട് 3 വെല്ലുവിളി നേരിട്ടിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു വെല്ലുവിളി നേഷൻ ബിൽഡിംഗ്, ഹൗ ടു ക്രിയേറ്റ് എ യൂണിഫൈഡ് നേഷൻ, ഒരു ഏകീകൃത രാഷ്ട്രം നിർമ്മിക്കുക. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ എങ്ങനെയായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ. ആ സമയത്ത് 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതായത് ഇവയെ എന്ത് ചെയ്യണം? ഏകോപിപ്പിക്കണം അല്ലെ. അതാണ് ഫസ്റ്റത്തെ ചാലഞ്ച്. അതുപോലെ തന്നെ ഇന്ത്യ എന്താണ്? ഡൈവേഴ്സ് ആണ്, വൈവിധ്യം നിറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവയൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യനെ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് യൂണിഫൈഡ് ചെയ്യണം, അല്ലെങ്കിൽ യൂണിറ്റി ഇന്ത്യയിൽ വരുത്തണം അല്ലെ. അതാണ് നേഷൻ ബിൽഡിംഗ്, ഒരു രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം സ്ഥാപിക്കണം. അതായിരുന്നു ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്താ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെമോക്രസി, ഹൗ ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. ഹൗ ടു എന്നുള്ളത് കുറെ ആയി പോയിട്ടുണ്ട്, നോക്കാം. അപ്പൊ ഹൗ ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, ജനാധിപത്യത്തിന്റെ സ്ഥാപനം. എങ്ങനെ ഡെമോക്രസി കൊണ്ടുവരും? നമ്മൾ ഇലക്ഷനിലൂടെയാണ് അത് സ്ഥാപിച്ചെടുത്തത്. ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം കൊണ്ടുവരും എങ്ങനെയാ? ഇലക്ഷനിലൂടെ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചാലഞ്ച് അതായിരുന്നു. അതിനൊക്കെ സൊല്യൂഷനും കണ്ടെത്തിട്ടോ. അപ്പൊ നോക്കുക. മൂന്നാമത്തേത് എന്താ? സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ്, സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. ഇതൊക്കെ കഴിഞ്ഞാലാണ് ആ മൂന്നാമത്തെ ചാലഞ്ച് നോക്കിയാൽ മതി. ആദ്യം ബാക്കിയുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണം. വികസനം കൊണ്ടുവരണമെങ്കിൽ ആദ്യം എന്താണ്? ഒരു സമൂഹം ഉണ്ടാവണം വേണ്ടേ. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ അതുപോലെ തന്നെ ഈ വെൽഫെയറും സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവാൻ എന്ത് കൊണ്ടുവന്നു? 5 year പ്ലാൻ പോലുള്ള പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നു.
അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ഈ 3 challenges ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണ്, വികസനം അല്ലെങ്കിൽ ക്ഷേമം ഒരാളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് കിട്ടാൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുകയും വേണം. ക്ലിയർ അല്ലേ? ഈ 3 ചാലഞ്ച് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം, പാർട്ടീഷൻ പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ്, വിഭജനം, പ്രക്രിയയും അനന്തരഫലങ്ങളും. അതായത് 1947 നമ്മളെ രാജ്യത്തിന് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്ത ചലഞ്ച് എന്തായിരുന്നു? പാർട്ടീഷൻ അല്ലെ. രാജ്യം നമ്മൾ എന്താണ്, രാഷ്ട്ര നിർമ്മാണം തുടങ്ങുകയാണ് അല്ലെ, രാഷ്ട്രം നിർമ്മിക്കുകയാണ്. രാഷ്ട്ര നിർമ്മാണം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നോക്കാം. The Muslim League put forward the demand for a separate state including the Muslim majority areas of British India. എന്താ ഇവിടെ പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. അതായത് മുസ്ലിം സ്റ്റാൻസ അല്ലെങ്കിൽ മുസ്ലിംസിന് വേണ്ടി നിലകൊണ്ടിരുന്നതാണ് എന്ത്? മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ ഹിന്ദു സ്റ്റാൻസ എന്നറിയപ്പെടുന്നതാണ് ഹിന്ദു മഹാസഭ. അപ്പൊ ഈ മുസ്ലിം ലീഗ് എന്ത് മുന്നോട്ട് വെക്കുകയാണ്? അവരുടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് വേണമെന്ന് ആര് പറയാണ്? മുസ്ലിം ലീഗ് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ നോക്കാം എന്തിലൂടെ ആശയം മുന്നോട്ട് വെച്ചേന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ് 2 nation തിയറി. അതായത് through 2 nation theory, the party argued that Hindus and Muslims are 2 separate peoples, but the Congress strongly opposed this theory. അവരെന്താ ആ 2 nation theory എന്ന് പറഞ്ഞത്? 2 ആൾക്കാരാണ്. ആര്? മുസ്ലിംസും ഹിന്ദുസും 2 peoples ആണ്. അതാണ് 2 nation theory എന്ന് പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിമുകളും 2 വ്യത്യസ്ത ജനതകൾ ആണെന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ പാർട്ടി വാദിച്ചു. എന്നാൽ കോൺഗ്രസ് ഈ സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തു. ആരെതിർത്തു? കോൺഗ്രസ് എതിർത്തു. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച 2 nation തിയറിനെ കോൺഗ്രസ് എതിർത്തു. പിന്നെ എന്തുണ്ടായി നമുക്ക് നോക്കാം. The British support enabled the Muslim League to achieve its objective. ബ്രിട്ടീഷ് പിന്തുണ ലഭിച്ചതിനാൽ മുസ്ലിം ലീഗിനെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചു. അവരെ ആര് പിന്തുണച്ചു? ബ്രിട്ടീഷുകാര് പിന്തുണച്ചു. എന്നിട്ട് എന്തുണ്ടായി? പാർട്ടീഷൻ തുടങ്ങുകയാണ്. അതായത് മുസ്ലിം മെജോറിറ്റി ഏരിയ എന്താണ്, വേറൊരു രാഷ്ട്രമായി കൊണ്ട് തന്നെ വിഭജിക്കാം, ഇന്ത്യയിൽ നിന്ന് വിഭജിക്കാം എന്നുള്ള തീരുമാനമായി. അതിനെ ആര് സപ്പോർട്ട് ചെയ്യാണ്? ബ്രിട്ടീഷുകാരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ആ തീരുമാനം ശക്തമായത്. അപ്പൊ ഇനി നോക്കാം പാർട്ടീഷൻ പ്രോസസ്സ്, വിഭജന പ്രക്രിയ. എങ്ങനെയാണ് വിഭജനം നടത്തുന്നത്, അല്ലെങ്കിൽ അവര് നേരിട്ട ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ അനന്തര ഫലങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നോക്കാം. At the time of partition, the government faced 4 major problems. 4 challenges. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാഠത്തിൽ നിന്ന് 3 challenges ചോദിക്കാം. ഈ ഒരു പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ്, പ്രക്രിയയും അതിന്റെ അനന്തര ഫലങ്ങളും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, 4 പ്രശ്നമാണ് ഫേസ് ചെയ്തത്. ഇത് ഇതുപോലെ പഠിക്കാട്ടോ. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് നോക്കാം. എന്താ? ദ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് വേർ നോട്ട് എ സിംഗിൾ ബെൽറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. എന്താണ്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരൊറ്റ ബെൽറ്റ് ആയിരുന്നില്ല. ബെൽറ്റ് എന്ന് പറയുന്നത് പ്രദേശം, അതായത് മുസ്ലിംസ് മാത്രം ഉള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതൊരു സംസ്ഥാനമായിക്കോട്ടെ, അവിടെ സംസ്ഥാനമല്ല സോറി കേട്ടോ, പ്രദേശം ആയിക്കോട്ടെ, അവിടെ എന്തുണ്ട്? മുസ്ലിംസും ഹിന്ദുസും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, മുസ്ലിംസിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ എന്ത് പെടും? ഹിന്ദുസും കൂടെ പെടും. അപ്പൊ അതാണ് ഒരു വേർ നോട്ട് എ സിംഗിൾ ബെൽറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയും. മെജോറിറ്റി ആയിട്ടുള്ള ഒരു എന്തുണ്ടായിരുന്നില്ല, ഒരു പ്രദേശം ഉണ്ടായിരുന്നില്ല. There were 2 areas of Muslim concentration in 2 different parts of India. അതായത് എന്നാലും ഇപ്പൊ ഈ ഉള്ളതിൽ വെച്ചിട്ട് എന്താണ്, കുറച്ചും കൂടെ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം കേന്ദ്രീകൃതമായ 2 മേഖലകൾ ഉണ്ടായിരുന്നു. അതേതൊക്കെയാണ്? The problem was solved by creating Pakistan with a 2 territories. വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ സെപ്പറേറ്റഡ് ബൈ എ ലോങ് എക്സ്പാൻസ് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി. അപ്പൊ ഏതാണ്? ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ നീണ്ട വിസ്തൃതമായ വേർതിരിക്കപ്പെട്ട ഏറ്റവും മികച്ചതും കിഴക്കൻ പാകിസ്ഥാനുമായി 2 പ്രദേശങ്ങളുള്ള പാകിസ്ഥാൻ സൃഷ്ടിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. അതായത് എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്? ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളായിരുന്നു. അതിനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്നും പേരിട്ടിട്ട് അവർക്ക് വിഭജിച്ച് കൊടുക്കുകയാണ്. അതിനുള്ള പ്രശ്നമായിട്ട് പരിഹരിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ബെൽറ്റ് മുസ്ലിം മെജോറിറ്റി ഏരിയ ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതലായിട്ട് മെജോറിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത് എവിടെയാണ്? ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പേരിട്ട് നൽകി. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് നോക്കാം നമുക്ക് കേട്ടോ. All the Muslim majority areas were not interested in joining Pakistan. For example, NWFP.
എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതായത് എല്ലാ മുസ്ലിംസിനും എന്താണ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. അതായത് അവർക്ക് എന്താണ് ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നവരാകും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് NWFP, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസസ്. ഈ ഒരു പ്രോവിൻസിൽ എന്താണ് മുസ്ലിംസ് കൂടുതലാണ്, പക്ഷെ അവർക്ക് എന്താണ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. Similarly, leaders like Gan Abdul Ghaffar Khan strongly opposed the two nation theory. അതായത് അതുപോലെ തന്നെ എന്താണ് ചില ലീഡേഴ്സ് നേതാക്കന്മാർക്കും അവിടെ ചേരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എക്സാമ്പിളിനാണ് പറയുന്നത് ഗാൻ അബ്ദുൾ ഗാഫർ ഖാൻ കേട്ടോ. അപ്പൊ ആളും എന്താണ് ദ്വിരാഷ്ട്ര തിയറി അല്ലെങ്കിൽ സിദ്ധാന്തത്തെ എതിർത്തിരുന്നു. ബട്ട് ഇഗ്നോറിംഗ് സച്ച് ഒബ്ജക്ഷൻ ബ്രിട്ടീഷ് ഇന്ത്യ വാസ് പാർട്ടീഷൻഡ്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വകവെക്കാതെ നമ്മളെ ഇന്ത്യ എന്താണ് പാർട്ടീഷൻ ചെയ്തു, വിഭജിക്കപ്പെട്ടു ട്ടാ. അപ്പൊ നോക്കാം അടുത്തത്. ഇതാണ് രണ്ടാമത്തെ ചാലഞ്ച്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും എല്ലാ മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിൾസിനും എന്താണ് മുസ്ലിം മെജോറിറ്റി ഏരിയാസിനും എന്തുണ്ടായിരുന്നില്ല പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രോബ്ലം അതായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. അതുപോലെ തന്നെ ഗാൻ അബ്ദുൾ ഗാഫർ ഖാനെ അറിയപ്പെടുന്നത് ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നാണ് കേട്ടോ. വൺ വേർഡ് ചോദിക്കാറുണ്ട്, നോക്കി വെക്കുക. മൂന്നാമത്തെ പ്രശ്നം എന്താന്ന് നോക്കാം. പഞ്ചാബ് ആൻഡ് ബംഗാൾ വാസ് മുസ്ലിം മെജോറിറ്റി ഏരിയ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അറ്റ് ദ സെയിം ടൈം ദർ വാസ് നോൺ മുസ്ലിം. അടുത്ത പ്രശ്നമാണ് പറയുന്നത്. പഞ്ചാബും ബംഗാളും എന്താണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു, പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു അതേസമയം അവിടെ നോൺ മുസ്ലിംസ് ഉണ്ടായിരുന്നു. എന്താ ഹിന്ദുസ് പോലുള്ള ക്രിസ്ത്യൻസ് പോലുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. നോൺ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അല്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. അതെന്താണ് പ്രശ്നം സൃഷ്ടിക്കുമല്ലേ. അപ്പൊ നോക്കാം അടുത്ത പോയിന്റ് എന്താ നോക്കാം. പ്രോബ്ലംസ് റിലേറ്റഡ് ടു മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ബോർഡർ. ഈ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നത് ആരാ? അതിർത്തിയിലുള്ളവർ എന്തായാലും പ്രശ്നങ്ങൾ അനുഭവിക്കും. ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത് ആരാണ്? മൈനോറിറ്റീസ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായിരുന്നു. ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഇത് 4 പ്രശ്നങ്ങള്? അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ. കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, വിഭജനത്തിന്റെ അനന്തര ഫലങ്ങൾ. ഇനി പാർട്ടീഷൻ നടന്നു കഴിഞ്ഞുട്ടാ. നടന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നോക്കാം നമുക്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ലാർജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ഇൻ ഹിസ്റ്ററി ഓഫ് അബൌട്ട് മോർ ദാൻ 80 lakh പീപ്പിൾ. 80-ലധികം ആളുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാലായനം. 80-ലധികം ആളുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാലായനമായിരുന്നു ഏത്? നമ്മുടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിൾസ് അല്ലെങ്കിൽ പ്രദേശങ്ങൾ എങ്ങോട്ട് പോയി? നമ്മുടെ വിഭജിക്കപ്പെട്ട പാകിസ്ഥാനിലോട്ട് പോയി. അപ്പൊ അടുത്തത് നോക്കാം. ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ അബൌട്ട് 8 to 10 lakh people were attacked and killed. ആ ഒരു സമയത്ത് എന്താണ് മതത്തിന്റെ പേരിൽ 8 മുതൽ 10 ലക്ഷം വരെയുള്ള ആളുകളെ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്തത് നോക്കാം. മൂന്നാമത്തതാണ് പീപ്പിൾ ഹു വർ ഫോഴ്സ്ഡ് ടു റൺ അവേ ലോസ്റ്റ് ദെയർ ഹൗസ് ലാൻഡ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ് ആൻഡ് ദേ ഫോഴ്സ്ഡ് ടു ടേക്ക് ഷെൽട്ടർ ഇൻ റെഫ്യൂജി ക്യാമ്പ്. അതായത് ഈ വിഭജനം നടന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടീഷൻ നടന്ന സമയത്ത് എന്താണ് അവർക്ക് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? വീടും അവരുടെ ചുറ്റുപാടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ എന്താണ് പെട്ടെന്ന് പലായനം ചെയ്തപ്പോ അവിടെ പോയപ്പോ അവർക്ക് എന്തെല്ലാം നഷ്ടമായി? അവിടേക്ക് പോകാൻ അവർ നിർബന്ധിതരായപ്പോ അവർക്ക് ഇവിടെയുള്ള അവരുടെ ചുറ്റുപാടും അവരുടെ വീടും ലാൻഡും കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തേ. അങ്ങനെ അവർ എവിടെ ഷെൽട്ടർ എടുക്കേണ്ടി വന്നു? റെഫ്യൂജി ക്യാമ്പിൽ താമസിക്കേണ്ടി വന്നു, അഭയം പ്രാപിക്കേണ്ടി വന്നു എന്ന് പറയാം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ പ്രശ്നം അതാണ്. ഇനി നാലാമത്തെ പ്രശ്നം എന്താന്ന് നോക്കാം. ഈവൻ ഡ്യൂറിംഗ് ദ ജേർണി ഓഫ് പീപ്പിൾ were attacked, killed and raped. യാത്രക്കിടയിലും ആളുകൾ ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. എങ്ങോട്ടുള്ള യാത്രക്കിടെ? ഈ പലായനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോകുമ്പോ. അപ്പോ അഞ്ചാമത്തെ പ്രശ്നം നോക്കാം. Many children were separated from their parents and minorities faced a number of sufferings. അപ്പോ പല കുട്ടികളും എന്താണ് മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞു. അതായത് ഇങ്ങനെയുള്ള ഈ സമയത്ത് 80 ലക്ഷം പീപ്പിൾസ് ആണ് പലായനം ചെയ്തല്ലേ. അപ്പൊ എന്താണ് കുട്ടികൾക്ക് അവരെ മാതാപിതാക്കളെ നഷ്ടമായി. അതുപോലെ തന്നെ എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് നിരവധി കഷ്ടപ്പാടുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആറാമത്തെ പോയിന്റ് നോക്കാം. Many writers, poets, filmmakers described in their work about the sufferings of the refugees. പല എഴുത്തുകാരും കവികളും സിനിമാക്കാരും അഭയാർത്ഥികളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് അവരുടെ കൃതികളിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പോയി പലായനം ചെയ്ത ആൾക്കാർ അവിടെ പോയിട്ട് അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ പല എഴുത്തുകാരെ കവികള് സിനിമാക്കാരൊക്കെ എന്താണ് അവരുടെ എഴുത്തിലൂടെയും അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടും ഒക്കെ അവരെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏഴാമത്തെ പോയിന്റ് നോക്കാം. The partition was not merely division of population, it was also the division of assets like tables, books, chairs, typewriters, etc. And even the government employees and the railway staffs were divided. അതായത് വിഭജനം എന്ന് പറഞ്ഞത് എന്താണ്? ജനസംഖ്യ വിഭജനം അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിംസിന്റെയും ഹിന്ദുസിന്റെയും വിഭജനം മാത്രമായിരുന്നില്ല.
എന്തൊക്കെയായിരുന്നു? മേശകൾ, പുസ്തകങ്ങൾ, കസേരകൾ, ടൈപ്പ് റൈറ്റേഴ്സ് തുടങ്ങിയ ആസ്തികളൊക്കെ എന്ത് ചെയ്തു? അസറ്റ്സ് ഒക്കെ എന്താണ്? അതും വിഭജിക്കപ്പെട്ടു. അതുമാത്രമായിരുന്നില്ല, നമ്മുടെ എന്താണ് സർക്കാർ ജീവനക്കാരും റെയിൽവേ ജീവനക്കാരെ പോലും എന്താണ് അവര് വിഭജിച്ചു. അതായത് അവിടെ മുസ്ലിംസ് ആയിരിക്കുന്ന സർക്കാർ ജോലിക്കാരെല്ലാരും ഉണ്ടാവില്ലേ, അപ്പൊ അവരെയും കൂടി എന്ത് ചെയ്തു? ഈ ഒരു പാർട്ടീഷനിൽ വിഭജിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആയിരുന്നു എന്ത്? അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ കോൺസിക്വൻസസ് പാർട്ടീഷന്റെ കേട്ടോ. 7 പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും പഠിച്ചു വെക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് ആൻഡ് പാർട്ടീഷൻ കേട്ടോ, നോക്കി വെക്കുക. ഇനി അടുത്തത് നോക്കാം. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോ ഇതെല്ലാം കഴിഞ്ഞു അല്ലെ, പാർട്ടീഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായിട്ട്? പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി അതിനെന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സംയോജിപ്പിക്കണം, വേണ്ടേ? അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. There were 565 princely states in British India. When India became independent, the princely states had 3 options. അപ്പൊ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, നമ്മൾ പറഞ്ഞതാണ്. പിന്നെന്താ? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നേ. ഏതൊക്കെയായിരുന്നു 3 ഓപ്ഷൻ? ഒന്ന്, ജോയിൻ ഇന്ത്യ, ഇന്ത്യയിൽ ചേരുക. അടുത്തത് എന്തായിരുന്നു? ജോയിൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ ലയിക്കുക. മൂന്നാമത്തേത് എന്താണ്? ബിക്കം ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക. അപ്പോ മെജോറിറ്റി ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഹാഡ് വിഷ്ഡ് ടു സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഭൂരിഭാഗവും എന്താണ്? നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോ ബട്ട് there arise a problem, the nation building would not complete. എന്നാൽ അവിടെ എന്തുണ്ടാവും? ഇപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾ 565 നാട്ടുരാജ്യങ്ങൾ എന്താണ്? ഇതിന്റെ ഒന്നും ഭാഗമാവില്ല, ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാഷ്ട്ര നിർമ്മാണം പൂർത്തിയാവോ? ഇല്ല, നമുക്കൊരു രാഷ്ട്രം അങ്ങനെ നിർമ്മിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നോക്കാം, അപ്പൊ ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുത്തതെന്ന് നോക്കാം. ബട്ട് ദ ഗവൺമെന്റ് ഷുഡ് നീഡ് ടു ജോയിൻ പ്രിൻസ്ലി സ്റ്റേറ്റ് അണ്ടർ ഇന്ത്യൻ യൂണിയൻ. എന്നാൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റിന് എന്താണ്? ആവശ്യമായിരുന്നു. അപ്പൊ പ്രിൻസ്ലി സ്റ്റേറ്റിനൊക്കെ ഗവൺമെന്റിന് എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ കൊണ്ടുവരണം, ഇന്ത്യയിൽ ലയിപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് എടുത്ത നടപടി എന്താ നോക്കാം. The government gave this responsibility to Sardar Vallabhbhai Patel, who is known as Iron Man of India. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ സർക്കാർ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് 1 വേർഡ് ചോദിക്കാറുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഹു ഈസ് നോൺ ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ അല്ലേ? അപ്പോ ടു അസിസ്റ്റ് ഹിം ഗവൺമെന്റ് ഗേവ് ദ ഡ്യൂട്ടി ടു വി.പി. മേനോൻ ആൻഡ് മൗണ്ട് ബാറ്റൻ. അദ്ദേഹത്തെ സഹായിക്കാൻ ഗവൺമെന്റ് ആരെ കൂടെ ചുമതലപ്പെടുത്തി? വി.പി. മേനോനെയും മൗണ്ട് ബാറ്റനെയും ചുമതലപ്പെടുത്തി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഒരു കഥ പോലെ പഠിക്കുക കേട്ടാ. നമ്മുടെ ഇതൊരു കഥ തന്നെയാണ്. ഈ ഫസ്റ്റ് പാഠം നമുക്ക് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഓർഡറിലാണ്ട് പറഞ്ഞു പോവാം. പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഗവൺമെന്റ് പ്രിപ്പയർഡ് എ ട്രീറ്റി നോൺ ആസ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ ഫോർ ഇന്റഗ്രേഷൻ. It is a document expressing the willingness of the princely state to become part of Indian Union. അപ്പോ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്ത് കൊണ്ടുവന്നു? ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെങ്കിൽ സംയോജനത്തിനായുള്ള ഉപകരണം എന്നറിയപ്പെടുന്ന ഒരു ഉടമ്പടി സർക്കാർ തയ്യാറാക്കി. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാനുള്ള നാട്ടുരാജ്യങ്ങളുടെ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു രേഖയാണ് എന്ത്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അല്ലെങ്കിൽ സംയോജനത്തിനായിട്ടുള്ള ഉപകരണം. അതിൽ ഒപ്പുവെച്ചാൽ എന്താണ്? അവര് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി, മെജോറിറ്റി ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് ടു ഇന്ത്യൻ യൂണിയൻ എക്സെപ്റ്റ് ഹൈദരാബാദ്, മണിപ്പൂർ, ജമ്മു കാശ്മീർ ആൻഡ് ജുനഗഡ്. ഇപ്പൊ എന്താ പറയുന്നത്? ഈ ഒരു ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ഒരു സംയോജനത്തിനായുള്ള ഉപകരണം എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരം ഹൈദരാബാദ്, മണിപ്പൂർ, ജമ്മു കാശ്മീർ, ജുനഗഡ് എന്നിവ ഒഴികെയുള്ള ഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ എന്താണ്? സംയോജിച്ചു അല്ലെങ്കിൽ ലയിച്ചു. അപ്പൊ 4 എണ്ണം അവിടെ ലയിക്കാതെ നിൽക്കുന്നുണ്ട്. നോക്കട്ടോ. അപ്പോ അറ്റ് ലാസ്റ്റ് ജുനഗഡ് ആൻഡ് കാശ്മീർ സൈൻഡ് ദ ട്രീറ്റി, ബട്ട് ഹൈദരാബാദ് ആൻഡ് മണിപ്പൂർ ഡസ് നോട്ട് കെയിം അണ്ടർ ഇന്ത്യൻ യൂണിയൻ. അങ്ങനെ അവസാനം എന്താണ്? ജുനഗഡും കാശ്മീരും ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. എന്നാൽ എന്താണ്? ഹൈദരാബാദും മണിപ്പൂരും ഇന്ത്യൻ യൂണിയന്റെ കീഴിൽ വരാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പൊ അവരെങ്ങനെ വന്നു, അവിടെയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ 2 രാജ്യമാണ്. ഇപ്പൊ 565 പേരും ഇന്ത്യൻ യൂണിയനിൽ വന്നു, 65 63 പേരും. അപ്പൊ 2 പേരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യമാണ് ഇനി പറയുന്നത് കേട്ടോ. അവരെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ ഹൈദരാബാദിന്റെ ലയനം അല്ലെങ്കിൽ ഹൈദരാബാദ് മെർജർ നോക്കാം നമുക്ക്. Hyderabad was the largest princely state in India, which is located at the center of Indian territory. ഹൈദരാബാദ് ആയിരുന്നു എന്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഹൈദരാബാദ് കേട്ടോ. ഇറ്റ്സ് റൂളർ വാസ് നിസാം. ആരായിരുന്നു ഭരണാധികാരി, നിസാം എന്ന് പറയുന്ന ഭരണാധികാരി ആയിരുന്നു കേട്ടോ. ഹി വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്, നിസാം കേട്ടോ. അപ്പോ ഹിസ് വിഷ് വാസ് ടു മേക്ക് ഹൈദരാബാദ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇൻസൈഡ് ഇന്ത്യ. എന്തായിരുന്നു ആളുടെ ആഗ്രഹം? ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഹൈദരാബാദിനെ ഇന്ത്യക്കകത്ത് തന്നെ എന്താണ്, ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കണം എന്നതായിരുന്നു ആളുടെ ആഗ്രഹം. സ്വതന്ത്രമായിട്ട് ഇന്ത്യക്കകത്ത് തന്നെ തുടരണം എന്നുള്ളത് കേട്ടോ. അപ്പോ ഇൻ നവംബർ 1947 ഹി സൈൻഡ് എ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് വിത്ത് ഇന്ത്യൻ ഗവൺമെന്റ്. എന്താ ഇവിടെ പറയുന്നത്, 1947 നവംബറിൽ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റുമായി ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കരാറിൽ ഒപ്പിട്ടു. അതായത് എന്താണ്, ഇന്ത്യ ആ കരാർ എന്തായിരുന്നു, ഹൈദരാബാദിന് എന്താണ് അങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു കരാറിൽ ഒപ്പിടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് ആണ്, അതായത് അത് പെർമനന്റ് ഒന്നല്ല, എന്നാലും ഒരു അഗ്രിമെന്റ്. ആളുടെ വിഷു പ്രകാരം ആൾക്ക് ഇന്ത്യക്ക് അകത്ത് തന്നെ തുടരാനുള്ള ഒരു കരാറായിരുന്നു കേട്ടോ അത്. അപ്പോ നോക്കാം. But a popular agitation started in Hyderabad against the Nizam's cruel rule. എന്നാൽ നിസാമിന്റെ ക്രൂരമായ ഭരണത്തിനെതിരെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. അതായത് നിസാമിന്റെ ഈ ഒരു ഭരണം, ക്രൂവൽ ഭരണത്തിനെതിരെ ആര് പ്രതിഷേധിച്ചു, ജനങ്ങള് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവർക്ക് ആരെയും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കാം, നിസാമിന് ഇഷ്ടമല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യൻ യൂണിയനിൽ ചേരേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോ ദ നിസാം ട്രൈഡ് ടു സപ്രസ് ദ പോപ്പുലർ അപ്രൈസിംഗ് ബൈ യൂസിംഗ് എ പാരാമിലിറ്ററി ഫോഴ്സ് കോൾഡ് റസാക്കേഴ്സ്. അതായത് ജനകീയ പ്രക്ഷോഭം, ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പൊ നിസാം ഇതിൽ എന്താ ചെയ്തത്, റസാക്കർ എന്ന അർദ്ധ സൈനിക സേനയെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുവാൻ നിസാം ശ്രമിച്ചു. അപ്പൊ റസാക്കാസ് എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ നിസാം തീരുമാനിച്ചു. അങ്ങനെ when the situation became more worse, the central government decided to interfere. അങ്ങനെ സ്ഥിതി കൂടുതൽ വഷളായപ്പോ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, ഇവിടെ ഇടപെടുകയാണ് ചെയ്തത്. അങ്ങനെ in September 1948 Indian army entered Hyderabad and after few days of fighting with Nizam he surrendered. Thus Hyderabad became part of Indian Union. അങ്ങനെ എന്താണ് 1948 ഇങ്ങനെ പ്രശ്നം അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ സൈന്യം, ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിൽ പ്രവേശിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിസാമുമായുള്ള യുദ്ധത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, കീഴടങ്ങി. അങ്ങനെ ഹൈദരാബാദ് എന്താണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാണ്. ഏതാ വർഷം, 1948. അങ്ങനെ ഹൈദരാബാദും എന്തിൽ ലയിച്ചു, ഇന്ത്യയിൽ ലയിച്ചു. അടുത്തതാരാ നിൽക്കുന്ന ഇനി മണിപ്പൂരാണ്. അപ്പോ അടുത്ത കാര്യം നമുക്ക് നോക്കാം. മണിപ്പൂർ മെർജർ, മണിപ്പൂരിന്റെ ലയനം നോക്കാട്ടോ. അപ്പോ മണിപ്പൂർ വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്, പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്, പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ്സ് റൂളർ വാസ് മഹാരാജ ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. മണിപ്പൂർ എന്താണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അതിന്റെ ഭരണാധികാരി മഹാരാജ ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. അപ്പോ ബോധചന്ദ്ര സിംഗ് സൈൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അസേഷൻ ബട്ട് ഹി വുഡ് ലൈക്ക് ടു സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്. ആൾ എന്ത് ചെയ്തു, കരാറിൽ ഒപ്പുവെച്ചെങ്കിലും സ്വതന്ത്രനായി നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ ബട്ട് ബൈ ദ പബ്ലിക് ഒപ്പീനിയൻ ഹി ഹെൽഡ് എലക്ഷൻ ഇൻ ജൂൺ 1948 ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. അതായത് ഇവിടെ എന്താ പറയുന്നത്, എന്നാൽ പൊതുജനാഭിപ്രായ പ്രകാരം അദ്ദേഹം 1948 ജൂണിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി. അതായത് ഇവിടെ എന്താ പറയുന്നത്, ആദ്യത്തെ സ്റ്റേറ്റ് ആട്ടോ ഇന്ത്യയില് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് ഉപയോഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ. അവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മണിപ്പൂരാണ് പ്രായപൂർത്തി വോട്ടർ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്താണ്, മണിപ്പൂരാണ്. അപ്പോ പീപ്പിൾസിന്റെ ഒപ്പീനിയൻ പ്രകാരം എലക്ഷൻ നടത്തുകയാണ് അവിടെ ആര്, മഹാരാജ ബോധചന്ദ്ര സിംഗ്. അങ്ങനെ എലക്ഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് എലക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മണിപ്പൂർ. ഇതിന്റെ ഫലമായിട്ട് എന്താണ്, മണിപ്പൂരിൽ ഭരണഘടന രാജവാഴ്ച സ്ഥാപിതമാവുകയാണ്. അങ്ങനെ എന്താണ്, ഇൻ 1949 സെപ്റ്റംബർ ഡ്യൂ ടു ഫോഴ്സ് ഓൺ മഹാരാജ ആൻഡ് സക്സീഡഡ് ഇൻ ഗെറ്റിംഗ് എ മെർജർ അഗ്രിമെന്റ് ഈ സൈൻഡ് ബൈ ഹിം.
1949 സെപ്റ്റംബറിൽ മഹാരാജ ബോധചന്ദ്ര സിംഗിനെ നിർബന്ധിക്കുകയും ലയന കരാറ് നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യാണ് ആര്? ഇന്ത്യ. ഓക്കെ അല്ലേ? അറ്റ് ലാസ്റ്റ് ദ മണിപ്പൂർ കംപ്ലീറ്റ്ലി ബിക്കെയിം പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഒടുവിൽ മണിപ്പൂർ എന്താണ്? പൂർണ്ണമായും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. മണിപ്പൂരിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഹൈദരാബാദിന്റെ ലൈനാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ മണിപ്പൂർ ഗവൺമെന്റ് എന്താണ്? ഹൈദരാബാദിലെ നിസാമിന്റെ അത്ര എന്താണ് ക്രൂവൽ ആയിരുന്നില്ല, എന്താണ് കുറച്ച് ലിബറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ കാര്യം സാധ്യമായി. ഇനി അടുത്തത് നോക്കാം, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ പ്രിൻസ്ലി സ്റ്റേറ്റിനെ മൊത്തം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി അല്ലേ? അപ്പൊ ഇന്ത്യയാണ്, എല്ലാരും ഇന്ത്യ എന്നുള്ള ഒരു രാഷ്ട്രം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലെ? അപ്പൊ രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ ഇനി നമുക്ക് എന്ത് വേണം? സ്റ്റേറ്റ് വേണം. ഇന്ത്യ കഴിഞ്ഞ എന്താണ്? നമ്മൾ രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സ്റ്റേറ്റ് വേണം, സംസ്ഥാനങ്ങൾ വേണം, വേണ്ടേ? അപ്പൊ അതാണ് അടുത്തത് പറയുന്നത്, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പോ അനദർ ചാലഞ്ച് ഫേസ്ഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. അടുത്ത ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ രാഷ്ട്ര രൂപീകരണവുമായി നേരിട്ട മറ്റൊരു വെല്ലുവിളി സംസ്ഥാന പുനഃസംഘടനയായിരുന്നു. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. The initial decision was to form states on the basis of language, but central leaders feared that this would adversely affect the country's unity and economic and social development. അതായത് ആദ്യം നമ്മളെ ലീഡേഴ്സ് എന്താ വിചാരിച്ചത്? നമുക്ക് സംസ്ഥാനം എന്നുള്ളത് നമ്മുടെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കുറച്ചും കൂടെ അവരെ കാര്യമായിട്ട് ആലോചിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്? അത് റീജിയണലിസം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് ആര് മനസ്സിലാക്കി? നമ്മുടെ നേതാക്കന്മാര് മനസ്സിലാക്കി. റീജിയണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യ എന്നുള്ള ഒരു വികാരം ഇല്ലാതെ അവരുടെ പ്രദേശത്തിനോട് മാത്രമുള്ള ഒരു സ്നേഹം വർദ്ധിച്ചു വരും എന്ന് അവർ മനസ്സിലാക്കിയപ്പോ ആ ഒരു തീരുമാനം, ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ള ഒരു തീരുമാനം അവർ പോസ്റ്റ്പോൺ ചെയ്തു, അല്ലെങ്കിൽ പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ അതിന്റെ ആയിട്ട് ആ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ട് എന്താണ്? സംസ്ഥാന പുനഃസംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്യാണ്? പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ്. അതായത് എന്ത് ചെയ്യണം? ഗവൺമെന്റ് എന്തായാലും സ്റ്റേറ്റ് കൊണ്ടുവരണം എന്ന് ജനങ്ങൾ പറഞ്ഞിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി. അപ്പോ ദ പ്രൊട്ടസ്റ്റ് വേർ വെരി സ്ട്രോങ് ഇൻ ഏരിയാസ് ഓഫ് ഓൾഡ് മദ്രാസ് പ്രോവിൻസസ് വേർ തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പ്രൊട്ടസ്റ്റ് ശക്തമായത് എവിടെയാന്ന് നമുക്ക് നോക്കാം. പഴയ മദ്രാസ് പ്രവിശ്യകളിലെ തെലുങ്ക് സംസാരിക്കുന്ന ജനവിഭാഗങ്ങളിൽ പ്രതിഷേധം എന്താണ്? ശക്തമായിരുന്നു. അപ്പോ ദ അജിറ്റേറ്റേഴ്സ് ഡിമാൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ആന്ധ്ര സ്റ്റേറ്റ് ബൈ ഇൻക്ലൂഡിംഗ് ദ തെലുങ്ക് സ്പീക്കിംഗ് ഏരിയാസ് ഓഫ് മദ്രാസ് സ്റ്റേറ്റ്. അപ്പൊ അവരുടെ ആഗ്രഹം എന്തായിരുന്നു? മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷാ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ ശക്തമായത് എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്നുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന പീപ്പിൾസിന്റെ ഇടയിലാണ്. അപ്പോ ദ മൂവ്മെന്റ് ഓഫ് വിശാല ആന്ധ്ര വിച്ച് വാസ് ഫോംഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് സ്റ്റേറ്റ്. അപ്പോ വേർപിരിഞ്ഞ് സംസ്ഥാനം സൃഷ്ടിക്കുന്നതിനായി വിശാല ആന്ധ്ര എന്ന പ്രസ്ഥാനം ആര് രൂപീകരിച്ചു? ഈ തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിൾസ് രൂപീകരിക്കുകയാണ് ഉണ്ടായി. വിശാലാന്ധ്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കാം. അപ്പൊ അതിനുള്ള ഈ ഒരു ആന്ധ്രാപ്രദേശ് എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ അതിന് ഒരു നേതൃത്വം കൊടുത്തിരുന്നത് ആരാണ്? നമ്മുടെ പോറ്റി ശ്രീരാമലു ആയിരുന്നു. പോറ്റി ശ്രീരാമലു ഗേവ് ലീഡർഷിപ്പ് ടു ദി മൂവ്മെന്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ്. പോറ്റി ശ്രീരാമലു ഈ പ്രസ്ഥാനത്തിനും ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണത്തിനും നേതൃത്വം നൽകി. അങ്ങനെ ആൾ എന്താ ചെയ്തേ? ഫാസ്റ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ നിരാഹാര സമരം തുടങ്ങി. അങ്ങനെ 56-ാമത്തെ ദിവസം ആള് മരിച്ചു. നിരാഹാരം തുടങ്ങിയിട്ട് 56-ാമത്തെ ദിവസം ആള് മരിക്കുകയാണ് ചെയ്തത് 1952. അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് എന്താണ്? ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ചെയ്തത് അല്ലെ? ഗവൺമെന്റിന്റെ മുന്നിൽ അവരെന്താണ്? പ്രതിഷേധം ആഞ്ഞടിച്ചു. അങ്ങനെ എന്താണ്? Thus in 1952 December, Prime Minister announced the formation of Andhra Pradesh and officially the new state came into existence on October 1953. അങ്ങനെ 1952 ഡിസംബറിൽ പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശ് രൂപീകരണം പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായി പുതിയ സംസ്ഥാനം 1953 ഒക്ടോബറിൽ നിലവിൽ വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് നിലവിൽ വന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ, മറക്കണ്ട. ഇത് നിങ്ങള് തീരെ മറക്കരുത്, ലൈഫിലെ മറക്കരുത്. 53 വന്നത് ആന്ധ്രാപ്രദേശ് പോറ്റി ശ്രീരാമലുവിന്റെ അധ്വാന പ്രകാരമാണ് വന്നത്. അപ്പോ അങ്ങനെ 1953 വന്നത്. 52 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ദി സെൻട്രൽ ഗവൺമെന്റ് അറ്റ് ലാസ്റ്റ് അപ്പോയിന്റഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫസൽ അലി. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഗവൺമെന്റിന് മനസ്സിലായി എന്ത്? നമ്മൾ എന്തായാലും സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ആര് നിയമിക്കുകയാണ്?
നമ്മുടെ ഗവൺമെന്റ് നിയമിച്ചു. ആരുടെ അണ്ടറിലാണ്? ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള, അതായത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജാണ് കേട്ടോ അദ്ദേഹം. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒടുവിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചു. ആരായിരുന്നു അതിന്റെ നേതൃത്വം കൊടുത്തിരുന്നത്? ഫസൽ അലി ആയിരുന്നു കേട്ടോ. അപ്പോ ദ കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് വിത്തിൻ 2 years. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ എന്താണ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഏതാ വർഷം നോക്കണം? 1955. അപ്പൊ കമ്മീഷൻ എന്നാ വന്നേ? 1953 കേട്ടോ. അങ്ങനെ അപ്പൊ ലേറ്റർ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് റിപ്പോർട്ട് ദ ലോക്സഭ പാസ്ഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് കൊണ്ടുവന്നത് എന്നാ? കമ്മീഷൻ 53-ലും ആക്ട് വന്നത് 56-ലും ആണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അത് ഈ ഒരു നിയമപ്രകാരം എന്താണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാട്ടോ. അപ്പൊ റീഓർഗനൈസേഷനിൽ പറയാനുള്ളത് എന്തിന്റെ കാര്യം? ആന്ധ്രാപ്രദേശിന്റെ കാര്യമാണ്. നേരത്തെ പറഞ്ഞത് ഏതാ? മണിപ്പൂരും ഹൈദരാബാദും. അപ്പൊ നമുക്ക് നോക്കാം, ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സംസ്ഥാനങ്ങളുടെ സൃഷ്ടി എങ്ങനെയാ? മെനി അതർ സ്റ്റേറ്റ്സ് വെർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് കൾച്ചറൽ ആൻഡ് എക്കണോമിക് ബേസിസ്. മറ്റു പല സംസ്ഥാനങ്ങളും സാംസ്കാരികവും സാമ്പത്തികവുമായ അടിസ്ഥാനത്തിൽ എന്താണ് രൂപീകരിച്ചു. പിന്നീടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആന്ധ്രാപ്രദേശ് വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. In 2000, the 3 states, Jharkhand, Chhattisgarh, Uttarakhand were formed on this basis. എന്താ? ഏതിന്റെ ബേസിലാ? സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപീകരിച്ചു എന്ന് പറഞ്ഞു? സംസ്കാരത്തിന്റെ സാമ്പത്തികത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ഭാഷയുടെ മാത്രമല്ല എന്നിട്ടോ. അപ്പോ 2000 എന്താണ്? 3 സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ എന്നിവ ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. പിന്നെ വന്നിട്ടുള്ള സ്റ്റേറ്റ് ആണ് പറയുന്നത്. 60 ഏത് വരെയാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, നാഗാലാൻഡ് 1963. 66 ഹരിയാന, പഞ്ചാബ്. 71 ഹിമാചൽ പ്രദേശ്. 72 മേഘാലയ, മണിപ്പൂർ, ത്രിപുര. 75 സിക്കിം. 87 അരുണാചൽ പ്രദേശ്, മിസോറാം, ഗോവ. 2014 റീസെന്റ് ആയിട്ട് വന്നതാണ് ഏത്? തെലങ്കാന. അപ്പൊ നമ്മുടെ കേരളം എന്നാ വന്നേ? നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നമ്മളെ കേരളം വന്ന ഡേറ്റ്, നമ്മളെ ഡേറ്റ് അല്ല, ഇയർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഡേറ്റും അതുപോലെ തന്നെ നമ്മൾ അടുത്ത് വരാറായി അല്ലേ? അപ്പൊ അതും നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയോന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മളെ കേരളം വന്നത് അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെ? അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാട്ടോ. ഇനി നമ്മള് ഈ ഒരു പാഠം ഇവിടെ അവസാനിച്ചു. ഇത്ര എളുപ്പമുള്ള ഒരു പാഠാണ്. ഒറ്റ പാർട്ട് കൊണ്ട് നമ്മൾ തീർത്തു അല്ലെ? അപ്പൊ നിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആരുടെയാണ്? സ്പീച്ച് ആരുടെയാ? നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാ? സർദാർ വല്ലഭായ് പട്ടേല്. ഫസൽ അലി എന്തിന്റെ ചെയർമാൻ ആയിരുന്നു? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 48 എന്ത് സംഭവിച്ചു? മണിപ്പൂര് ഇലക്ഷൻ നടത്തി. അതുപോലെ തന്നെ 48 എന്ത് സംഭവിച്ചു? ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. 49 എന്താണ്? മണിപ്പൂര് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. 53 എന്താണ്? ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തു. 55 എന്ത് വന്നു? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇപ്പൊ 56 എന്താണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് കൊണ്ടുവന്നു, സംസ്ഥാന പുനഃസംഘടനാ ആക്ട് കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? ഇത്ര കാര്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. എന്തൊരു എളുപ്പമുള്ള ചാപ്റ്റർ ആണല്ലേ? നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട, വളരെ എളുപ്പമാണ്. ഒരു കഥ പോലെ. ഞാൻ ഇതൊന്നും ഓർഡറിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ചെറിയ പോയിന്റ്. അതെന്താണ്? ഈ നേഷൻ നമുക്ക് ബിൽഡ് ചെയ്യണം, അതിനുള്ള ചാലഞ്ചസ്. ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അറിയാലോ. അപ്പൊ അത് പറയാ. നമ്മുടെ 3 ചാലഞ്ച് ഏതാണെന്ന് പറയാ. നേഷൻ ബിൽഡ് ചെയ്യണം, നമുക്ക് ഡെമോക്രസി കൊണ്ടുവരണം, നമുക്ക് സാമൂഹിക സാമ്പത്തികമായ ക്ഷേമം വികസനം ഉറപ്പുവരുത്തണം. ഈ ഒരു മൂന്നെണ്ണം. അപ്പൊ ഈ 3 എണ്ണം രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഡെമോക്രസി കൊണ്ടുവരുന്ന, ജനാധിപത്യം കൊണ്ടുവരുന്ന ഇലക്ഷനിലൂടെ. ആ ഇലക്ഷന്റെ പാടാണ് നമുക്ക് രണ്ടാമത്തേൽ പറയാനുള്ളത്. മൂന്നാമത്തെ എന്താണ്? നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം. അത് അടുത്ത പാഠത്തിൽ പറയാനുള്ളത്. അപ്പൊ ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ഇതൊക്കെ പറയാം. അപ്പൊ നമ്മുടെ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി നിൽക്കുമ്പോ എന്തുണ്ടായി? നമ്മളെ പാർട്ടീഷൻ വന്നു. പാർട്ടീഷൻ എങ്ങനെയാ വന്നേ? 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ചു. മുസ്ലിം ലീഗിനെ ആര് സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടീഷ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എന്താണ്? പാർട്ടീഷൻ നടന്നപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നേ? 4 പ്രശ്നങ്ങള് ഇന്ത്യ ഫേസ് ചെയ്തു. അത് പറയാം. അത് കഴിഞ്ഞിട്ട് പാർട്ടീഷൻ കഴിഞ്ഞപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ആ പാർട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ എത്ര ജനങ്ങൾ അങ്ങോട്ട് പോയി, അവർ നഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം പറയാ. ഒരു 7 പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ടീഷൻ എല്ലാം കഴിഞ്ഞ് ഇന്ത്യ എങ്ങനെ നിൽക്കുകയാണ് അല്ലെ? എങ്ങനെയാ നിൽക്കുന്നേ? നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെ എന്തിലോട്ട് കൊണ്ടുവരണം? അവരെ താല്പര്യം നമുക്ക് അറിയണല്ലോ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു? ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ കൊണ്ടുവന്നു. അതെല്ലാം പറയാ. അതായത് നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കുകയാണ്.
അത് പറയാ. അത് കഴിഞ്ഞിട്ട് എന്താണ് സംയോജിപ്പിക്കുന്ന ആരാണ് ലീഡർഷിപ്പ് കൊടുത്തത്? സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. അപ്പൊ ഒരു 4 സ്റ്റേറ്റ് അതിലെന്താണ് തീരുമാനത്തിൽ എന്താണ് അംഗീകരിച്ചില്ല. 4 സ്റ്റേറ്റ് അങ്ങനെ നിന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ അല്ലെ. എന്നിട്ട് അവസാനം 2 പേര് കാശ്മീരും ജുനഗഡും ചേർന്നു. പക്ഷെ 2 പേര് പിന്നെയും ചേർന്നില്ല, ഹൈദരാബാദും മണിപ്പൂരും. അത് പറയാട്ടോ. ഹൈദരാബാദിന്റെ റൂളർ നിസാം, നമ്മുടെ മണിപ്പൂരിന്റെ റൂളർ ആരായിരുന്നു? മഹാരാജ ബോധ് ചന്ദ്ര സിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റിനൊക്കെ കൊണ്ടുവന്നു. ഇനി നമുക്ക് അടുത്ത വേണ്ട എന്താണ്? സംസ്ഥാനം, സ്റ്റേറ്റ് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ? നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് പുതിയ സ്റ്റേറ്റുകൾ വന്ന കാര്യങ്ങളും പറയാം. ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ഷുവർ ആയിട്ടും വേണം കേട്ടോ. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ, നമ്മളെ ക്ലാസ്സിന്റെ രീതികളും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ക്ലാസ്സസ് ഒക്കെ വരാൻ കിടക്കുന്നുള്ളൂ. എക്സാമിന്റെ ടൈമിലൊക്കെ നമ്മൾ അടിപൊളി ക്ലാസ്സസ് കൊണ്ടുവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അടിപൊളി ടോപ്പ് മാർക്ക് സ്കോർ ചെയ്തിട്ട് എനിക്ക് ആ ഒരു കമന്റ് കാണണം നിങ്ങളുടെ. അതാണ് എന്റെയും കൂടെ വാശി. അപ്പൊ നിങ്ങളും കുറച്ച് എഫേർട്ട് എടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.